ആകാശവാണി. നമസ്കാരം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. രാജ്യത്ത് ഔപചാരിക തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന അഥവാ PMVBRY. 2025 ഓഗസ്റ്റ് 1 PMVBRY പ്രാബല്യത്തിൽ വന്നു. പദ്ധതിയുടെ പാർട്ട് എ പ്രകാരം EPFOയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും പ്രതിമാസം 1 ലക്ഷം രൂപ വരെ വേതനം ലഭിക്കുന്നതുമായ പുതുതായി ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാർക്ക് ഒരു മാസത്തെ വേതനത്തിന് തുല്യമായ തുക ആനുകൂല്യമായി ലഭിക്കാൻ അർഹതയുണ്ട്. പരമാവധി 15,000 രൂപ വരെയുള്ള ഈ ആനുകൂല്യം 2 ഗഡുക്കളായാണ് നൽകുക. പദ്ധതിയുടെ പാർട്ട് ബി പ്രകാരം അധികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തൊഴിലുടമകൾക്ക് പുതുതായി നിയമിക്കപ്പെടുന്ന ഓരോ ജീവനക്കാരനും പ്രതിമാസം 3,000 രൂപ വരെ 2 വർഷത്തേക്ക് ആനുകൂല്യം ലഭിക്കാൻ അർഹതയുണ്ട്. തൊഴിൽ വളർച്ച വർദ്ധിപ്പിക്കുന്നതിൽ ഉൽപാദന മേഖലയ്ക്കുള്ള പ്രാധാന്യം കണക്കിലെടുത്ത് ഈ മേഖലയിലുള്ള തൊഴിലുടമകൾക്ക് 2 വർഷത്തേക്ക് കൂടി അധികമായി ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും. 99,446 കോടി രൂപ ബജറ്റ് വിഹിതമുള്ള PMVBRY 2 വർഷത്തെ കാലയളവിനുള്ളിൽ 3.5 കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിൽ ഏകദേശം 1.92 കോടി ഗുണഭോക്താക്കൾ ആദ്യമായി തൊഴിൽ രംഗത്തേക്ക് പ്രവേശിക്കുന്നവരായിരിക്കും. 2025 ഓഗസ്റ്റ് മുതൽ ഇതുവരെ 70 ലക്ഷത്തിലധികം പുതിയ ജീവനക്കാരെ PMVBRY വഴി ഔപചാരിക തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു. ഇതിൽ ഏകദേശം 30% സ്ത്രീകളാണ്. തുടർച്ചയായി 6 മാസത്തിലധികം ജോലിയിൽ തുടരുന്ന ജീവനക്കാർക്ക് ഈ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. PMVBRY പദ്ധതി പ്രകാരം പ്രതിമാസം 1 ലക്ഷം രൂപ വരെ ശമ്പളമുള്ള യോഗ്യരായ പുതിയ ജീവനക്കാർക്ക് 15,000 രൂപ വരെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാം. കൂടാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന യോഗ്യരായ സ്ഥാപനങ്ങൾക്ക് പ്രതിമാസം ഒരു ജീവനക്കാരന് 3,000 രൂപ വരെയുള്ള പ്രോത്സാഹന തുകയും ലഭിക്കും. ഈ പദ്ധതി വഴി നിർമ്മാണ മേഖലയ്ക്ക് 4 വർഷത്തേക്കും മറ്റ് മേഖലകൾക്ക് 2 വർഷത്തേക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാകും. ഔപചാരിക തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഒരേപോലെ പിന്തുണ നൽകുന്നതിലും PMVBRY പദ്ധതി ഇതിനകം തന്നെ ശ്രദ്ധേയമായ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. 2026 മാർച്ചിൽ മാത്രം 461 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. പദ്ധതിയുടെ പാർട്ട് എ പ്രകാരം ആദ്യമായി ജോലിയിൽ പ്രവേശിച്ച 4.41 ലക്ഷം ജീവനക്കാർക്കായി 247 കോടി രൂപ വിതരണം ചെയ്യുകയും അങ്ങനെ തൊഴിൽ രംഗത്തേക്ക് കടന്നുവരുന്ന യുവജനങ്ങൾക്ക് നേരിട്ടുള്ള സാമ്പത്തിക സഹായം ഉറപ്പാക്കുകയും ചെയ്തു. പാർട്ട് ബി പ്രകാരം ഏകദേശം 6.46 ലക്ഷം അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച 17,551 സ്ഥാപനങ്ങൾക്ക് 214 കോടി രൂപയുടെ ആനുകൂല്യങ്ങളും നൽകി. 2026 ജൂൺ 19 ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ ഏകദേശം 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തത്. വെറുമൊരു തൊഴിൽ പദ്ധതി എന്നതിനേക്കാൾ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന യുവജനങ്ങളുടെ അഭിലാഷങ്ങൾക്ക് കരുത്ത് പകരുന്ന പദ്ധതിയാണ് വികസിത് ഭാരത് റോസ്ഗാർ യോജനയെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. വ്യവസായ മേഖലയ്ക്കും തൊഴിൽ ശക്തിക്കുമിടയിൽ ദൃഢബന്ധം സൃഷ്ടിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പദ്ധതി ജീവനക്കാരെയും തൊഴിലുടമകളെയും ഒരേ സമയം പിന്തുണയ്ക്കുന്നതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്ന യുവജനങ്ങൾക്കൊപ്പമാണ് സർക്കാരെന്നും അതോടൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. यह रोजगार योजना सामान्य तौर पर सोचे जाने वाली रोजगार योजना से बहुत आगे बढ़कर पहली नौकरी पाने वाले युवा के सपनों को शक्ति देने वाली योजना है. यह युवा और उद्योगों के बीच एक मजबूत सेतु बनाने वाली योजना है. आमतौर पर योजनाएं या तो कर्मचारी के लिए बनती हैं या तो फिर उद्योगों के लिए बनती है. लेकिन ये एक योजना ऐसी है कि इस योजना में भारत के सामर्थ्यवान मेरे युवा, समृद्ध युवा भविष्य की ओर और उद्योग विकास की ओर, और इन दोनों को साथ लेकर चलती है. जो युवा अपनी पहली नौकरी शुरू करता है, सरकार उसके साथ खड़ी होती है. और इसलिए उद्योगकार को भी लगता है कि अकेला मेरे यहाँ नहीं आया है,
इसके पीछे पूरी सरकार आई है और इसके कारण ऐसे युवकों की तरफ देखने का उस उद्योगकार का भी नजरिया बदल जाता है और जो संस्थान नए रोजगार का सृजन करता है सरकार उनका भी उत्साह बढ़ाती है. ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക വികസനത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തത്തെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. രാത്രികാല ഷിഫ്റ്റ് ജോലികളുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ, വർക്ക് ഫ്രം ഹോം അവസരങ്ങളുടെ പ്രോത്സാഹനം, ജോലിസ്ഥലങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തൽ എന്നിവ തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന ഇൻസെന്റീവ് വിതരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പ്രധാന ചടങ്ങിൽ തൊഴിലുടമകളും ജീവനക്കാരുമായ ഗുണഭോക്താക്കൾ, വിവിധ പങ്കാളിത്ത സംഘടനകളുടെ പ്രതിനിധികൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ എന്നിവരുൾപ്പെടെ ഏകദേശം 1200ഓളം ക്ഷണിതാക്കൾ പങ്കെടുത്തു. രാജ്യത്തെ വിവിധ ഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് എത്തിയ തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സർക്കാരിന്റെ ജനകേന്ദ്രീകൃതമായ സമീപനത്തിലൂടെ തൊഴിലാളികളും തൊഴിലുടമകളും ഇന്ന് രാഷ്ട്ര നിർമ്മാതാക്കളായും ഇന്ത്യയുടെ വളർച്ചാഗാഥയിൽ തുല്യ പങ്കാളികളായും അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. 4 തൊഴിൽ കോഡുകൾ പ്രാബല്യത്തിൽ വന്നത് തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനുള്ള ചരിത്രപരമായ ചുവടുവയ്പ്പാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തുടനീളമുള്ള 200 കേന്ദ്രങ്ങളിൽ നടന്ന പ്രാദേശിക പരിപാടികളിൽ ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ, സംസ്ഥാന തൊഴിൽ മന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ, നിയമസഭാംഗങ്ങൾ, മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച ഈ പരിപാടികളിൽ ജീവനക്കാരുടെയും തൊഴിലുടമകളുടെയും പ്രതിനിധികൾ ഉൾപ്പെടെ ഏകദേശം 2 ലക്ഷത്തോളം പേർ പങ്കാളികളായി. കേരളത്തിലെ 2ാം ഘട്ടത്തിൽ പാർട്ട് എ പ്രകാരം, അതായത് ആദ്യ തവണ ജീവനക്കാർക്കുള്ള ഇൻസെന്റീവ് എന്ന നിലയിൽ 21,606 ജീവനക്കാർക്ക് 1,291.55 ലക്ഷം രൂപയുടെ ആനുകൂല്യവും, പാർട്ട് ബി പ്രകാരം, അതായത് തൊഴിലുടമകൾക്കുള്ള പിന്തുണ എന്ന നിലയിൽ 1,421 തൊഴിലുടമകൾക്ക് 3,615.04 ലക്ഷം രൂപയുടെ ആനുകൂല്യവും ലഭിച്ചു. കേരളത്തിൽ EPFOയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ MLAമാരായ ബി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, മേയർ VV രാജേഷ്, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ എന്നിവർ പങ്കെടുത്തു. ജൂൺ 15 കണക്കനുസരിച്ച് തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ പരിധിയിൽ 2375 സ്ഥാപനങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ 64,748 അംഗങ്ങൾ എൻറോൾ ചെയ്യപ്പെട്ടു. ഇതിൽ 23,731 പുതിയ അംഗങ്ങളും ജോലിയിൽ തിരിച്ചെത്തിയ 41,037 അംഗങ്ങളും ഉൾപ്പെടുന്നു. കൊല്ലം മേഖലയിലെ 1,108 സ്ഥാപനങ്ങൾ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പദ്ധതിയിൽ ഉൾപ്പെട്ട 10,483 അംഗങ്ങളിൽ 4,672 പേർ പുതിയ അംഗങ്ങളും 5,811 പേർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചവരുമാണ്. കോട്ടയം റീജിയണൽ ഓഫീസിന്റെ പരിധിയിൽ 1,525 സ്ഥാപനങ്ങൾ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ 15,445 അംഗങ്ങൾ എൻറോൾ ചെയ്തു. ഇതിൽ 6,989 പുതിയ അംഗങ്ങളും ജോലിയിൽ തിരിച്ചെത്തിയ 8,458 അംഗങ്ങളും ഉൾപ്പെടുന്നു. കൊച്ചി മേഖലയിൽ 6,719 സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ 1,99,240 അംഗങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ചേർന്നിട്ടുണ്ട്. ഇതിൽ 80,744 പുതിയ അംഗങ്ങളും 1,18,496 പേർ വീണ്ടും ചേർന്ന അംഗങ്ങളുമാണ്. കോഴിക്കോട് മേഖലയിൽ 3,567 സ്ഥാപനങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 59,230 അംഗങ്ങൾ ചേർന്നിട്ടുണ്ട്. ഇതിൽ 22,715 പുതിയ അംഗങ്ങളും 36,515 പുനർനിയമനം ലഭിച്ച അംഗങ്ങളും ഉൾപ്പെടുന്നു. കണ്ണൂർ മേഖലയിൽ 1,352 സ്ഥാപനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. ഇതിൽ ആകെ 10,407 അംഗങ്ങൾ എൻറോൾ ചെയ്തു. ഇതിൽ 5,906 പേർ പുതിയ അംഗങ്ങളും 4,501 പേർ ജോലിയിൽ പുനർനിയമനം ലഭിച്ചവരുമാണ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഭാഗമായി കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാ MP C സദാനന്ദം മാസ്റ്റർ മുഖ്യാതിഥിയായി. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനമാണ് രാജ്യത്ത് പുരോഗമിക്കുന്നതെന്ന് രാജ്യസഭാ MP പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്ന ജീവനക്കാർക്ക് സമൂഹത്തോട് വലിയ പ്രതിബദ്ധതയുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആ 15,000 രൂപ ഒരു പ്രതിബദ്ധത നമ്മളിൽ ഉണ്ടാക്കിയെടുക്കും. യുവ സഹോദരങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന ഈ ഇൻസെന്റീവ് എന്ന് പറയുന്നത് ഞാനത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ, ചിന്തിക്കാനുള്ള ഒരു ആശയം തരുന്നു എന്ന് മാത്രമേ. ഇതിനെ ഒരു അതിശയോക്തിപരമായി അല്ലെങ്കിൽ
ഇതിലെന്തർത്ഥം എന്ന നിലയ്ക്ക് ഇതിലൊന്നും യുക്തിയില്ല എന്നൊന്നും ചിന്തിച്ചേക്കരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. കാരണം നമ്മുടെ ലക്ഷ്യം 2047 വികസിത ഭാരതം. നമുക്കതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഉദ്ബോധനം എന്തായിരുന്നു? മാനവ സേവയാണ് മാധവ സേവ. നമ്മുടെ നാട്ടിൽ മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന മണിമന്ദിരങ്ങളിലല്ല അധ്വാനിക്കുന്നത്. തൊട്ടിപ്പണിയെടുക്കുന്നവന്റെ, ചെരുപ്പുകുത്തിയുടെ, ശ്മശാനം സൂക്ഷിപ്പുകാരന്റെ, ഉന്തുവണ്ടി ഉന്തി ജീവിതം നയിക്കുന്നവന്റെ, റിക്ഷ വണ്ടി ഓടിക്കുന്നവന്റെ ചെറ്റക്കുടിലുകളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടേക്ക് പോവുക. അതുകൊണ്ടാണ് മാനവ സേവയാണ് മാധവ സേവ എന്നൊരാശയം അദ്ദേഹം നമ്മുടെ മുമ്പിൽ വെച്ചത്. അപ്പൊ നമ്മളിപ്പോ ഈ ഇരിക്കുന്ന ആളുകളെല്ലാം ഒരു ജോലി ലഭിച്ച ആൾ എന്ന നിലയ്ക്ക്, ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് നമ്മുടെ ഭാവി സുരക്ഷിതമാണ്. പക്ഷെ നമ്മൾ മാത്രം സുരക്ഷിതമായാൽ മതിയോ? അവശരായ, ആർത്തരായ, നിരാലംബരായ അനേക കോടി ആളുകൾ നമ്മുടെ ഈ ഭാരതത്തിലുണ്ട്. അവരെ സേവിക്കുക. എറണാകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുഖ്യാതിഥിയായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രത്യേക വീഡിയോ സന്ദേശം നൽകി. നിയമനിർമ്മാണ, ഭരണ, നീതിന്യായ മേഖലകളെയും പൊതുസ്ഥാപനങ്ങളിലെയും വ്യവസായ, സാമൂഹിക മാധ്യമ മേഖലകളിലെയും പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ കോർഡിനേറ്ററും EPFO എൻഫോഴ്സ്മെന്റ് ഓഫീസറുമായ ശ്രീമതി മൈഥിലി N ആകാശവാണിയോട് തൊഴിലാളികൾക്ക് അന്തസ്സും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഗവൺമെന്റിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് PMVBRY പ്രതിഫലിപ്പിക്കുന്നത്. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പിന്തുണ നൽകിക്കൊണ്ടും ഔപചാരിക തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും രാജ്യം വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ഇന്ത്യൻ കുടുംബങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷയും സുരക്ഷിതത്വവും നൽകാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ 2025 ഓഗസ്റ്റ് 1 മുതൽ 2027 ജൂലൈ 31 വരെയുള്ള കാലയളവിൽ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ തൊഴിലുകൾക്കാണ് ബാധകമാകുന്നത്. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഉമംഗ് ആപ്പ് വഴിയോ ഔദ്യോഗിക EPFO PMVBRY പോർട്ടൽ വഴിയോ ആധാർ കാർഡും ഫേസ് ഓതന്റിക്കേഷനും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം. തൊഴിൽ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന് പദ്ധതിയുടെ ഗുണഭോക്താവും കണ്ണൂരിലെ AKG മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിലെ ജൂനിയർ ക്ലർക്കുമായ അമൽ പുരുഷോത്തമൻ ആകാശവാണിയോട് പറഞ്ഞു. PMVBRY ക്യാമ്പയിൻ പ്രകാരം നമ്മളെ AKG ഹോസ്പിറ്റലും അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. കാരണം എംപ്ലോയീസിനും അതേപോലെ എംപ്ലോയർക്കും ഒരേപോലെ ഇൻസെൻറ്റീവും കാര്യങ്ങളും കിട്ടുന്ന ഒരു സ്കീമാണ് ഈ PMVBRY. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എംപ്ലോയറെ സൈഡിൽ നിന്ന് കൂടുതലായിട്ട് ജീവനക്കാരെ PF-ലേക്ക് ചേർപ്പിക്കുക എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഇതിലൂടെ എടുക്കുന്നത്. ഇതുകൊണ്ട് എംപ്ലോയീസിനും അതേപോലെ എംപ്ലോയർക്കും ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഒരു മാസത്തിലൊരു ഇൻസെൻറ്റീവായിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക്, അതായത് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിലേക്കും അതേപോലെ ചേർക്കുന്ന എംപ്ലോയീസിൻ്റെ അക്കൗണ്ടിലേക്കും ഒരു ഇൻസെൻറ്റീവ് പോലെ വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് 2-3 മാസമായി നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രൊവിഡൻറ്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ മുമ്പൊക്കെ ജീവനക്കാരുടെ പെൻഷൻ, PF കാര്യങ്ങൾ അടക്കുന്ന കാര്യങ്ങളായാലും എല്ലാം പേപ്പർ വർക്ക്സ് ആണ്. അതെല്ലാം മാറി ഇപ്പോൾ ഓൺലൈൻ സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ എംപ്ലോയീസിൻ്റെ പെട്ടെന്ന് നമ്മളെ പേയ്മെൻറ്റുകൾ അടക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ജീവനക്കാരുടെ ലോൺ ആപ്ലിക്കേഷൻ എല്ലാം വെരി ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്താൽ തന്നെ 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് പാസ്സായിട്ട് ജീവനക്കാർക്ക് ആ പൈസ കിട്ടുന്നൊരു ഇതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഈ PF പ്രൊവിഡൻറ്റ് ഫണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊഴിലില്ലായ്മ എന്ന ആഗോള വെല്ലുവിളിയെ നേരിടാൻ യുവാക്കൾക്കും അവരെ ഉൾക്കൊള്ളുന്ന വ്യവസായ മേഖലയ്ക്കും ഒരുപോലെ പ്രോത്സാഹനം നൽകുന്ന ഇത്തരം സമഗ്രമായ സമീപനങ്ങൾ സാമൂഹിക പുരോഗതിയിലും സാമ്പത്തിക വളർച്ചയിലും നൽകുന്ന സംഭാവനകൾ ഏറെ വലുതാണ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമേജി നായർ. തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി. അവതരണം സുധിൻ സൈനുദ്ദീൻ.